ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനങ്ങൾ. ദ ക്ലീനിങ് മിനിസ്ട്രിയുടെ ഈ സന്ദേശത്തിലേക്ക് സ്വാഗതം. ഫിലിപ്പിയ ലേഖനത്തിൽ ക്രിസ്തു ഒരു വിശ്വാസിക്ക് എന്തെല്ലാം ആയിരിക്കുന്നു എന്ന് ചുരുക്കമായി നമുക്ക് ചിന്തിക്കാം. പ്രാരംഭമായി ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം: എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭവും ആകുന്നു. ക്രൈസ്തവ മിഷണറിമാരിൽ അഗ്രഗണ്യനായിരുന്ന അപ്പോസ്തലനായ പൗലോസിൻ്റെ വാക്കുകളാണ് ഇത്. തൻ്റെ ജീവിതത്തിൻ്റെ ആകെ തുകയാണ് ഈ വാക്കുകൾ. ഒരിക്കൽ ക്രിസ്തുവിനെയും ക്രിസ്തുമാർഗത്തെയും നഖശിഖാന്തം എതിർത്തവൻ ക്രിസ്തുമാർഗത്തെ തുടച്ചു നീക്കുവാൻ അധികാരപത്രവുമായി യാത്ര ചെയ്യവേ ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് യേശുക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടവനായി തീർന്നു. ക്രിസ്തുവിനെ കണ്ടെത്തിയ നാൾ മുതൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക എന്നതായിരുന്നു തൻ്റെ ജീവിത ലക്ഷ്യം. സുവിശേഷത്തിന് വേണ്ടി എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ, പീഡനങ്ങൾ താൻ അനുഭവിച്ചിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം ജയിലിൽ താൻ അടയ്ക്കപ്പെട്ടിട്ടുണ്ട്. താൻ പറയുന്നത്, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്കായി കാരണമായി തീർന്നു എന്നാണ്. തൻ്റെ കഷ്ടതകളുടെ, പീഡനങ്ങളുടെ ഒരു വലിയ ലിസ്റ്റ് കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള 28 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. താൻ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ സഹിച്ച് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് വളരെ ബന്ധപ്പെട്ടു. അനേക സ്ഥലസഭകൾ രൂപീകരിക്കപ്പെടുവാൻ അതുമൂലം ഇടയായി. ഈ ലേഖനം താൻ എഴുതുന്നത് തന്നെ ജയിലിൽ കിടന്നുകൊണ്ടാണ്. താൻ റോമൻ പടയാളിയോട് ചങ്ങലയാൽ ബന്ധിതനായിരുന്നു. ഓരോ ഷിഫ്റ്റ് മാറുമ്പോഴും അവരോട് താൻ സുവിശേഷം പറയുമായിരുന്നു. ആ കാരിരുമ്പ് അഴികൾക്കുള്ളിലും അതിന് വെളിയിലും പൗലോസിൻ്റെ ജീവിതം യേശു ക്രിസ്തു ആയിരുന്നു. അപ്പോസ്തലനായ പൗലോസ് വീണ്ടും പറയുന്നത്, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനിലുള്ള വിശ്വാസത്താൽ അത്രേ. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20-ഉം 21-ഉം വാക്യങ്ങളിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വിലപ്പെട്ട ടെസ്റ്റാണ്, പരിശോധനയാണ്. സ്നേഹിത, നിങ്ങൾക്ക് ജീവിതം എന്താണ്? ചിലർ പറയും, എനിക്ക് ജീവിക്കുന്നത് പണമാണ്, മരിക്കുക എന്നത് നഷ്ടമാണ്, കാരണം എല്ലാം ഉപേക്ഷിച്ച് പോകുകയാണ്. വേറെ ചിലർക്ക് ജീവിതം പേരും പെരുമയുമാണ്. മരിക്കുക എന്നത് വിസ്മരിക്കപ്പെട്ടവനായി കാലയവനയ്ക്കുള്ളിൽ മറയുകയാണ്. പ്രിയ സ്നേഹിത, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? നിങ്ങളോട് തന്നെ ചോദിക്കുക, ഞാൻ എവിടെ നിന്ന് വന്നു? ഞാൻ എന്തിനിവിടെ ആയിരിക്കുന്നു? ഞാൻ എങ്ങോട്ട് പോകുന്നു? മനുഷ്യൻ തലമുറകളായി ചോദിക്കുന്ന ഈ ചോദ്യങ്ങൾക്ക് മറുപടി തരുവാൻ കഴിയുന്ന ഒരേ ഒരു പുസ്തകം വിശുദ്ധ വേദപുസ്തകം മാത്രമാണ്. നിങ്ങളുടെ ജീവിതത്തിന്
അർത്ഥവും ലക്ഷ്യവും നൽകുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ. നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചിട്ടുണ്ടോ? ദൈവം മനുഷ്യനെ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. പക്ഷേ മനുഷ്യൻ ദൈവകൽപ്പന ലംഘിച്ച് പാപിയായി തീർന്നു. പാപത്തിന് ശമ്പളം മരണമത്രയെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. മരണം എന്ന് പറയുമ്പോൾ വെറും ശാരീരികമായിട്ടുള്ള മരണം മാത്രമായിരിക്കുന്നില്ല. അതിനുശേഷം ഒരു നിത്യമായിട്ടുള്ള മരണമുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ പുത്രൻ യേശുക്രിസ്തു ക്രൂശിൽ തൻ്റെ മരണത്താൽ മരണത്തിന്മേൽ ജയം നേടി. കല്ലറയെ തുറന്നുകൊണ്ട് അവിടുന്ന് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. മറ്റു മത നേതാക്കന്മാരെ പോലെ മരിച്ചു മൺമറഞ്ഞു പോയ ഒരു വ്യക്തിയല്ല യേശുക്രിസ്തു. അവിടുന്ന് ഇന്നും ജീവിക്കുന്നു. ഇതൊരു ചരിത്ര സത്യമാണ്. അവിടുന്ന് തന്നിൽ വിശ്വസിച്ചവരെ ചേർക്കുവാൻ വീണ്ടും വരുവാൻ പോകുകയാണ്. യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ താൻ അവകാശപ്പെടുകയുണ്ടായി, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ഇതുകൊണ്ടാണ് ഓരോ വിശ്വാസിക്കും പൗലോസ് അപ്പോസ്തലനോട് ചേർന്ന് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും ആകുന്നുവെന്ന് പറയുവാൻ കഴിയുന്നത്. പ്രിയ സ്നേഹിത, നിങ്ങൾക്കിങ്ങനെ പറയുവാൻ കഴിയുമോ? ഇല്ല എങ്കിൽ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കുക. എന്നെ ശ്രദ്ധിച്ചതിന് വളരെ നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.